ധ്രുവിൻ്റെ മെസ്സേജ് കണ്ടതും വൈകയിൽ ഒരു വിറയലുണ്ടായി. അവൾ പതിയെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. മെയിൻ ഹാളിൽ എത്തിയപ്പോഴേ കണ്ടു സ്നാക്സിന് വേണ്ടി തല്ലുണ്ടാക്കുന്ന ആമിയെയും എബിയെയും. വൈക അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഇവരുടെ ഒരു കാര്യം. അതും പറഞ്ഞ് അവൾ മുകളിലത്തെ ധ്രുവിൻ്റെ സീക്രട്ട് റൂമിലേക്ക് നടന്നു. അവിടെ വൈകയെ പ്രതീക്ഷിച്ച് ധ്രുവ് നിൽപ്പുണ്ടായിരുന്നു. അവൾ ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചതും അവളെ വേഗം ധ്രുവ് വലിച്ച് അകത്തേക്കാക്കി ഡോർ ലോക്ക് ചെയ്ത് അതിൽ ചാരി നിന്നു. വൈകിയെല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. ആ ഒരു പകപ്പിൽ നിന്നും അവൾ പുറത്തു വന്നില്ല. ധ്രുവ് അവളുടെ അടുത്തേക്ക് ചൂട് വെച്ചു. അതിനനുസരിച്ച് വൈക പിന്നിലേക്ക് പോയി. ഒടുവിൽ അവൾ ചുമരിലിടിച്ചു നിന്നു. വൈക, അവൻ മൃദുവായി അവളെ വിളിച്ചു. നിനക്കറിയാമോ ഞാൻ എത്ര നേരമായി നിന്നെയും കാത്ത് ഇവിടെ നിൽക്കുകയാണ് എന്ന്? ധ്രുവ് അത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ വൈകയിൽ വൈകുന്നു. അത് എന്ന് പറഞ്ഞു തുടങ്ങും മുമ്പേ അവളുടെ ചെഞ്ചുണ്ടുകളെ അവൻ മുഴുവനായി വിഴുങ്ങി പതിയെ നുണയാൻ തുടങ്ങി. അവൻ്റെ നാവിനാൽ അവളുടെ നാവിനെ അവൻ ചുഴറ്റി വലിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി അമർന്നു. അവിടെ നിന്നും ധ്രുവിൻ്റെ കൈകൾ അനുസരണയില്ലാതെ അവളുടെ ടോപ്പിനുള്ളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. ധ്രുവ് അവളുടെ ചെവിയിലായി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വേണം. ഇനി 2 ദിവസം നമ്മൾ പരസ്പരം കാണില്ല. പിന്നെ മാരേജിന് മുന്നേ നമ്മൾ കാണും. അതുകൊണ്ട് എന്നെ നീ തടയില്ലേ വൈക. അത് കേട്ടതും അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ അവളെയും എടുത്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ബെഡിലേക്ക് കിടത്തി. അവൻ അവളുടെ മേലെയായി കിടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് ചലിക്കാൻ തുടങ്ങി. അവൻ അവളുടെ ടോപ്പ് വലിച്ച് താഴേക്കാക്കി അവിടെ നാവിനാലും ചുണ്ടിനാലും അവളെ തഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് റൂമിൻ്റെ വാതിൽ കൊട്ടു കേൾക്കുന്നത്. ധ്രുവേ, മോനെ, ഡാ. അവൻ അവളിൽ നിന്നും നിവർന്ന് മലർന്ന് കിടന്ന് കിതച്ചു. വൈകി എഴുന്നേറ്റ് ഡോർ തുറക്കാൻ പോയതും അവൻ അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. ഇപ്പോഴേ തുറക്കല്ലേ. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു 5 മിനിറ്റ്. അവൻ്റെ വികാരം കെട്ടടങ്ങാൻ വേണ്ടിയായിരുന്നു അത്. വൈകിയും ധ്രുവും ഡോർ തുറന്നതും എബി അതിലേക്ക് ഇടിച്ചു കയറും പോലെ കയറി. ധ്രുവ്, എന്താടാ പുല്ലേ? എബി, വൈക മോളെ, ആമിയുടെ അടുത്തേക്കൊന്ന് ചെല്ല്. എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കേൾക്കെ അവൾ ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് നടന്നു. എബി ധ്രുവിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. എടാ തെണ്ടി, നിൻ്റെ ഉദ്ദേശം എന്നതാ? ഒരു 2 ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യേ? ധ്രുവ്, അത് പിന്നെ എൻ്റെ മാരേജ് ഇത്ര വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ലടാ. അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ്, അതാണ്. ആണോ? അയ്യോ പാവം. എബി അവനെ തറപ്പിച്ചു നോക്കി. എന്താ മുണ്ടയാണേലും ഇനി നീ അവളെ 2 ദിവസം കഴിഞ്ഞേ കാണും. രാവിലെ ജോഗിങ്ങിന് പോയിട്ട് വന്നതാണ് എബി, ധ്രുവ് പിന്നെ പീറ്റർ. അപ്പോൾ പരിചയമുള്ളൊരു കാറ് കാണുകയെ എബി പറഞ്ഞു, മോനെ ധ്രുവേ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടാ. പപ്പതേ കാർ അയച്ചിട്ടുണ്ട് വൈകിയെ കൊണ്ടുപോകാൻ. അതും പറഞ്ഞ് എബി പൊട്ടിച്ചിരിച്ചു. എന്നാൽ വൈകിയുടെ കൂടെ റെഡിയായി പുറത്തേക്ക് വരുന്ന ആമിയെ കണ്ടതും എബിയുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. എബി വേഗം നടന്ന് ആമിയുടെ അടുത്തേക്ക് ചെന്നു. നീ ഇതെവിടേക്കാ? അത് എബി, ഞാനും പോവുക വൈകിയുടെ കൂടെ, ആമി പറഞ്ഞു. എബി, അത് വേണ്ട, അത് വേണ്ട. കെട്ടുന്നതിന് മുന്നേ നീ നിൻ്റെ വീട്ടിൽ കയറിക്കൂടാ. ഒന്ന് പോ എബി. എബിയുടെ മമ്മിയാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്, ആമി മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് എബിയുടെ മുഖത്ത് നേരെ കൈവീശി കാണിച്ചു. വൈക പുറത്തേക്ക് വന്നതും ധ്രുവ് അവളെ ഒന്ന് നോക്കി. അവൾ എന്താ എന്ന് ചോദിച്ചതും അവൻ അവളെ സൈറ്റ് അടിച്ച് കാണിച്ചു. അവളുടെ മുഖം ചുവന്നു. അവൾ പോകുക എന്ന് കാണിച്ചതും അവൻ തലകുലുക്കി സമ്മതം അറിയിച്ചു. ധ്രുവ് പതിയെ നടന്ന് അവളുടെ അടുക്കലായി വന്നു. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. അവളുടെ ചുണ്ടുകൾ അതിമനോഹരമായി വിടർന്നു. ഇതേ സമയം തന്നെ എബി അവൾ അവൻ്റെ ഫോണിലേക്ക് പകർത്തി. അടിപൊളി പിക്. ഇങ്ങനെയൊരു ഫോട്ടോ എടുക്കാൻ ക്യാമറാമാൻ പോലും സാധിക്കില്ല, എബി പറഞ്ഞു. ധ്രുവും വൈകിയും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എബി ഇതൊക്കെ എന്ത് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടു. അവർ രണ്ടാളും കാറിൽ കയറി കാർ അകന്നു പോകുന്നത് നോക്കി ധ്രുവും എബിയും അവിടെ നിന്നു. പീറ്റർ അഞ്ജുവിനെയും കൊണ്ട് അവൻ്റെ ബുള്ളറ്റിൽ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അഞ്ജുവിൻ്റെ വീടിൻ്റെ മുന്നിലായി പീറ്റർ ബുള്ളറ്റ് പാർക്ക് ചെയ്തു. അതിൽ നിന്നും ഇറങ്ങി അഞ്ജുവിൻ്റെ അമ്മയും ചേച്ചിയും അവരെ രണ്ടാളെയും അകത്തേക്ക് ക്ഷണിച്ചു. അവരുടെ സ്നേഹവും കരുതലുമെല്ലാം പീറ്ററിനെ കൂടുതൽ സന്തോഷവാനാക്കി. ഇങ്ങനെ സ്നേഹിക്കാനും സ്നേഹം പകർന്നു തരാനും ആരും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് പീറ്ററിൻ്റെ ഫോണിലേക്ക് ധ്രുവിൻ്റെ കോൾ വരുന്നത്. പീറ്റർ, ഞാൻ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്, ധ്രുവ് പറഞ്ഞു. അത് വേണ്ടായിരുന്നു സാർ, പീറ്റർ മറുപടി പറഞ്ഞു. തുടർന്നു, പീറ്ററിൻ്റെ മാരേജാണ് വരുന്നത്. ഒരു താലിമാലയും അഞ്ജുവിന് വരുന്ന ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയാണ്. അത് വേറെ ആര് അതൊക്കെ ചെയ്തു കൊടുത്താലും വാങ്ങിക്കൊടുത്താലും സ്വന്തം പുരുഷൻ ഇതൊക്കെ നോക്കിയും കണ്ടും അവൻ്റെ കൈ കൊണ്ട് വാങ്ങിക്കൊടുക്കുന്നത് അത്
ഏതൊരു പെണ്ണും ആഗ്രഹിക്കുമെടോ. അതേ ഞാനും ചെയ്തുള്ളൂ. പീറ്ററിന് ഒരു നിമിഷം അവനോട് സംസാരിക്കുന്നത് അവൻ്റെ മാധവ് സാറാണെന്ന് തോന്നിപ്പോയി. പീറ്ററിൻ്റെ മൗനം ധ്രുവിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ശരി പീറ്റർ, അതും പറഞ്ഞ് ധ്രുവ് കോൾ കട്ട് ചെയ്തു. പീറ്റർ മനസ്സിലായി പറഞ്ഞു, ലൈക്ക് എ ഫാദർ ആൻഡ് ലൈക്ക് എ സൺ. രാമൻ അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. സ്വന്തം മകനെ അന്വേഷിച്ച്. വയസ്സുകാലത്ത് മോൻ അയാൾക്ക് കൊടുത്തൊരു സമ്മാനം. കണ്ണിൽ കണ്ട ബാറിലെല്ലാം അയാൾ കയറി ഇറങ്ങി നടന്നു. നോക്കി നോക്കി ഒടുവിൽ റോഡിൻ്റെ സൈഡിൽ ഒരു തൂണിൽ പിടിച്ച് മുന്നിലേക്ക് ഒരു ചൂട് പോലും വയ്ക്കാൻ സാധിക്കാതെ നിൽക്കുന്ന വൈഭവിനെ കണ്ടതും അയാളുടെ മനസ്സൊന്ന് പിടഞ്ഞു. കയറ്റി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി വൈഭവിനെ ഓട്ടോ ഡ്രൈവറും രാമനും കൂടി സോഫയിൽ കൊണ്ടുവന്ന് കിടത്തി. പ്രമീളയ്ക്ക് ഇതൊക്കെ കണ്ട് ആളിളകി. അവൾ വീണ്ടും വൈകിയെ പ്രാകാൻ തുടങ്ങി. രാമൻ എഴുന്നേറ്റ് വന്ന് പ്രമീളയുടെ മുഖം അടച്ചൊന്ന് കൊടുത്തു. ഇനി നീ ഒരക്ഷരം മിണ്ടിയാൽ നീയും ഈ വീടിന് പുറത്താ, കേട്ടല്ലോ. നീ ഒറ്റ ഒരുത്തിയാ നമ്മുടെ മോനെ ഇങ്ങനെയാക്കിയത്. അതുകൊണ്ട് ഇനി നീ ഈ വീട്ടിൽ ശബ്ദിച്ചു പോകലും. ബഹളം കേട്ട് അവിടേക്ക് വന്ന കീർത്തനയോടുകൂടി രാമൻ പറഞ്ഞു, മര്യാദയ്ക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി നിൽക്കാമെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. അല്ല പഴയതുപോലെ തുടരാനാണ് നിൻ്റെയും ഉദ്ദേശമെങ്കിൽ നിനക്ക് പോകാൻ പുറത്ത്. അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് നടന്നു. ധ്രുവിന് വൈകിയെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. അവൻ അവൾക്ക് കോൾ ചെയ്തു. വൈകി എടുത്തില്ല. തിരിച്ചൊരു മറുപടിയുമില്ല. അവൻ ആമിയെ ട്രൈ ചെയ്തു. അപ്പോൾ ആമി പറഞ്ഞു, എൻ്റെ ധ്രുവേ, വൈകിയുടെ ഹൽദി നടക്കുക. അത് എടുക്കാതെ നിൻ്റെ പെണ്ണിനെ എൻ്റെ നാത്തൂമാർ ചേർന്ന് മഞ്ഞളിൽ കുളിപ്പിച്ചിരുത്തിയേക്കുക. നാളെ ഒരു ദിവസം കഴിയാതെ അവൾ ഫ്രീ ആവില്ല മോനെ. ധ്രുവ് കുറച്ച് ബിസിയാണ് കേട്ടോ. പിന്നീട് വിളിക്കാം. അതും പറഞ്ഞ് ആമി കോൾ കട്ട് ചെയ്തു. പീറ്റർ നേരെ അഞ്ജുവുമായി പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. അവിടെ നിന്നും അഞ്ജുവിന് വേണ്ടുന്നതെല്ലാം അവൻ വാങ്ങിക്കൊടുത്തു. പീറ്റർ അഞ്ജുവിനോട് പറഞ്ഞു, കൊച്ചിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ. കല്യാണം കഴിഞ്ഞ് വേണ്ടുന്നതെല്ലാം ഇപ്പോഴേ എടുക്കണം. പിന്നീട് പീറ്റർ അവളുമായി പോയത് ഒരു സാരി സെക്ഷനിലേക്കാണ്. അവിടെ നിന്നും ഒരു മെറൂൺ കളർ പട്ടുസാരി പീറ്റർ അഞ്ജുവിന് വേണ്ടി സെലക്ട് ചെയ്തു. കാഞ്ചീപുരം ക്രീം കളറിൽ മെറൂൺ ബോർഡറുള്ള സാരിയും ആഭരണങ്ങളും ഇട്ട് വൈകിയെ അണിയിച്ചൊരുക്കുകയാണ് ആമിയും നാത്തൂമാരും. ആ സാരിയിലും ആഭരണങ്ങളിലും വൈകിയെ കാണാൻ ഒരു ദേവതയെപ്പോലെ തോന്നിപ്പിച്ചു. എബിയുടെ വീട്ടിൽ നിന്നും പ്രാർത്ഥിച്ച് എല്ലാവരും മാരേജ് ഹാളിലേക്ക് തിരിച്ചു. ഇപ്പോൾ പീറ്ററും എബിയും ചേർന്ന് ധ്രുവിനെ ഒരുക്കുകയാണ്. കസവിൻ്റെ മുണ്ടും ഷർട്ടുമാണ് അവൻ്റെയും വേഷം. ധ്രുവ് റെഡിയായി കഴിഞ്ഞതും എബി പറഞ്ഞു, എന്ത് മൊഞ്ചാടാ ഇന്ന് നിന്നെ കാണാൻ. എല്ലാവരും റെഡിയായി താഴേക്ക് ചെന്നു. മത്തായിച്ചനും അഞ്ജുവും ധ്രുവും പീറ്ററും എബിയും എല്ലാവരും കാറിൽ മാരേജ് ഹാളിലേക്ക് വിട്ടു. പീറ്ററാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. മാരേജ് ഹാളിൽ ചെല്ലുമ്പോൾ എബിയുടെ ഇച്ചായന്മാർ വന്ന് എബിയോടെ പറഞ്ഞു, ചെക്കനെ എതിരേറ്റണം. അത് പെണ്ണിൻ്റെ ആങ്ങളമാരാണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. അത് ഞാൻ ചെയ്തോളാം. അവളെനിക്ക് എൻ്റെ പെങ്ങളെ പോലെയാ.